ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു നിത്യ സന്ദർശകനാണ് ചേരാട്ടുകൾ. ഇംഗ്ലീഷിൽ മില്ലിപേഡ്സ് എന്നാണ് വിളിക്കാറ്. അപ്പോൾ മില്ലിപേഡ്സ് ശരിക്കും നമുക്ക് ദോഷകരമായിട്ടുള്ള ജീവിയാണോ അതോ നമുക്ക് ഗുണകരമായിട്ടുള്ള ജീവിയാണോ എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. മഴക്കാലമായി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടങ്ങളിലും ചെടിച്ചട്ടിയിലും അതുപോലെ ഗ്രോ ബാഗിലും പിന്നെ ചെടികളുടെ അടിയിലൊക്കെ ഒരുപാട് ചേരാട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുണ്ടാവും. മഴക്കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണാറ്. പക്ഷേ വേനൽക്കാലങ്ങളിൽ നമ്മൾ ചേരാട്ടുകൾ നോക്കി കഴിഞ്ഞാൽ വല്ലാതെ കാണാറില്ല. ചേരാട്ടുകൾ എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണിലുള്ള ജൈവാവശിഷ്ടങ്ങളും അതുപോലെ മണ്ണിലെ ഉണങ്ങിയ ഇലകളൊക്കെ ഈ ചേരാട്ടുകൾ ഭക്ഷണമാക്കിയിട്ട് അവ കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ നമ്മളെ സഹായിക്കും. മണ്ണിൽ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ചേരാട്ടുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ജീവിയാണ് ചേരാട്ടുകൾ. അപ്പൊ പലപ്പോഴും അതുകൾക്ക് ദോഷം ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ചെടികളുടെ വേരുകൾ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ ചെടികളുടെ ഇലകൾ നശിപ്പിക്കുക, പൂക്കൾ തിന്ന് നശിപ്പിക്കുക ഒക്കെ വിചാരിച്ചിട്ട് പലരും ഒരുപാട് മരുന്നൊക്കെ അടിച്ച് ചേരാട്ടകളെ കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. മണ്ണെണ്ണയാണ് പൊതുവെ എല്ലാവരും സ്പ്രേ ചെയ്ത് കൊടുക്കാറ്. നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് എങ്ങനെ ചേരാട്ടകൾ നമ്മുടെ തുടർന്ന് അകറ്റി നിർത്താൻ ചോദിക്കാറുണ്ട്. ചെടികളൊക്കെ പലപ്പോഴും നിർഭാഗ്യവശാൽ ഉണങ്ങിപ്പോവുക അല്ലെങ്കിൽ മുരടിച്ച് നിൽക്കുക കണ്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പലരും വിചാരിക്കുക ചേരാട്ടകളാണ് ഇതിന് പിന്നിലെന്ന് വിചാരിച്ചിട്ട് ചേരാട്ടകളെ കൊല്ലാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ അത് വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ചെടി നശിക്കുന്നതായിരിക്കും. ചേരാട്ടകൾ ഒരിക്കലും ലൈവ് പ്ലാന്റിന്റെ വേരുകളൊന്നും നശിപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗാർഡൻ പെസ്റ്റ് ആയിട്ടൊന്നും ചേരാട്ടകളെ പൊതുവെ ആരും കാണാറൊന്നുമില്ല. വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മുടെ ചെടി ഉണങ്ങുന്നുണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ ചേരാട്ടെ അതിന് കുറ്റക്കാരനാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ചേരാട്ടിൽ അങ്ങനെ ചെടികളെ നശിപ്പിക്കുന്നില്ല. പിന്നെ ചേരാട്ടെ കയ്യിലെടുത്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതിന്റെ ശരീരത്തിന് പ്രത്യേക കെമിക്കൽ പുറത്തേക്ക് വരും. അതിന്റെ സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ട് ശത്രുക്കളെ തുരത്താനും അതിനെ ഭക്ഷണമാക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ആ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിലായി കഴിഞ്ഞാൽ ചില ആളുകൾക്കൊക്കെ അലർജി കാണിക്കാറുണ്ട്. അലർജിയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട്. ഏതെങ്കിലും കാരണവശാലും നമുക്ക് എടുത്ത് മാറ്റേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഗ്ലൗസ് ഒക്കെ ധരിച്ച ശേഷം മാത്രം അത് കൈകൊണ്ട് എടുക്കുക. അപ്പൊ ആ ഒരു കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം പലരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു, ചേരാട്ടെ എങ്ങനെ ചേരാട്ടെ നമ്മുടെ തോട്ടത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പറ്റിയ കെമിക്കൽ എന്താണ് എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.